എന്താടാ? എന്റെ കല്യാണം ഉറച്ചാണേ. നിന്റെ കല്യാണം? നിനക്ക് പെണ്ണ? അതെന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത പെണ്ണാണ് ആശാനെ. എന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത പെണ്ണ? എന്റെ യൂട്യൂബ് ചാനലല്ലേ, അതിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പരിചയപ്പെട്ടാണ് ആശാനെ. പിന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കിടക്കുന്നത് നിന്റെ കയ്യിൽ സാമ്പത്തികമൊക്കെ ഉണ്ടോ? അതൊന്നും കുഴപ്പമില്ല ആശാനെ. ഇപ്പൊ എന്റെ ഈ തേങ്ങാക്കുറ ചാനലിന് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ ആശാനെ. നമ്മ പൊളിക്കും. പിന്നെ ആശാന അറിയാലോ, എന്റെ അപ്പനമ്മക്കും പ്രായമായെങ്കിലും ഞാൻ അവരിപ്പോഴും പണിക്ക് വിടേണ്ട ആശാനെ. പിന്നെ എന്തെങ്കിലും ഒരു ഏനക്കേട് വന്നാ അവര് ഓവർടൈം ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആശാനെ. അപ്പൊ ആശാന എന്താ കല്യാണക്കാരി ഇഷ്ടമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാനായിട്ട് ആശാനെ. ഇതെന്റെ ഹസ്ബൻഡ് ആണ്, പാവമാണ്. ചേട്ടാ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് ഹായ് പറയൂ. ഹായ്. പാവാണ്. അപ്പം എന്റെ മേക്കപ്പ്, ഇന്നത്തെ എന്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇടുന്നു നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ. വീഡിയോ പിടിക്കുമ്പോ കെടിയെന്ന് പറഞ്ഞു വന്നെ എന്തിനാണ് കേട്ടോ? ഞാൻ രാവിലെ ചായക്ക് വേണ്ടി വന്നാണ്. എന്താണ് ഈ കാണിക്കണത്? തന്റെ ശിഷ്യനൊക്കെ കണ്ടില്ലേ, 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആണ് അവനുള്ളത്. അവനിപ്പോ വിളിച്ചിട്ട് പറഞ്ഞ അവന്റെ കല്യാണം അത് തന്നെ. ഇനിയിപ്പൊ ഇതൊക്കെ രക്ഷയുള്ളൂ. ഞാനും തുടങ്ങി എന്റെ ഒരു ബ്യൂട്ടി ചാനൽ. എടി അത് നീ എന്ത് തുടങ്ങിയാലും ഞാൻ ഒരു ചായയല്ലേ ചോദിച്ചുള്ളൂ, വീട്ടുകാര്യങ്ങളൊക്കെ നോക്ക്. ചേട്ടൻ ഇങ്ങോട്ടൊന്നും ഇരുന്നുണ്ടേ, ഇങ്ങോട്ട് ഇരുന്നേ. ചേട്ടൻ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് ചേട്ടനും തുടങ്ങും ഒരു ചാനല്. പിന്നെ എനിക്കെന്ത് കഴിവുണ്ടായിട്ടോ നാട്ടുകാരുടെ വായിരിക്കണേക്കാൻ വേണ്ടി? എന്റെ ചേട്ടൻ ആർക്കാണ് ഇവിടെ കഴിവില്ലാത്തത്? ആ കഴിവില്ലെന്നുള്ള കാര്യമേ അങ്ങോട്ട് മാറ്റ്. നമുക്ക് എല്ലാവർക്കും കഴിവുണ്ട്. നമ്മുടെ ചുറ്റിനും എന്തൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് വീഡിയോ പിടിച്ചിടുന്ന തന്നെ അറിയട്ടെ രണ്ടുപേര്. വെറുതെ ആൾക്കാർ വെറുപ്പിക്കാൻ നമുക്ക് ഇതൊക്കെ ഒരു കഴിവൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാണിക്കാൻ വേണ്ടി വെറുതെ ക്യാമറ പൊക്കി പിടിച്ചിട്ടുണ്ട്. ചേട്ടാ ഈ നെഗറ്റീവ് മൈൻഡ് അങ്ങോട്ട് മാറ്റ്. ഓക്കെ, ചായ എടുക്കട്ടെ? ഇനി ചായ വേണ്ട, ഞാനും തുടങ്ങാൻ പോണി എന്റെ യൂട്യൂബ് ചാനൽ. പിന്നെ അല്ലാണ്ട് എന്റെ കഴിവ് നാട്ടുകാർ കാണും. തന്നെ അറിയട്ടെ 2-3 പേരെങ്കിലും. ഹായ് ഫ്രണ്ട്സ്, -30 പുറത്ത്. അകത്തേറി വന്നിട്ട് വല്ല അസുഖം പഠിക്കൂട്ടോ തനിക്ക്. റിസ്ക് എടുക്കണോ? റിസ്ക്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് നമുക്ക് മലയാളിക്ക് പരിചയമുള്ള വിക്സ് ഫ്രൂട്ട്സിനെ പറ്റി വീഡിയോ കഴിയാ. ദൈവമേ, ഇയാളെ കൈ വിട്ടു പോണേണല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്നമർത്തണേട്ടാ പ്ലീസ്. ദൈവമേ, ഇയാൾക്ക് വട്ടായ. ഇനി എന്ത് ചെയ്യും? ഡോക്ടർ കോശി, സൈക്കാട്രിസ്റ്റ്. ഹലോ ഡോക്ടർ കോശി അല്ലേ? യെസ്, ഡോക്ടർ കോശിയാണ്. ഞാൻ സ്മിതയാണ് ഡോക്ടറെ. ഡോക്ടർ തിരക്കിലാണോ? ഞാൻ ഈ വട്ടന്മാരുടെ ഒരു കോൺഫറൻസിലാണ്. വട്ടന്മാരെ കുറിച്ചുള്ള പഠനം അത് ഞാൻ ഉദ്ദേശിച്ചു. അല്ല ഡോക്ടറെ, ഞാനേ എന്റെ ഏതോ ഒരു സമയദോഷത്തിൽ ചേട്ടനോട് ഒന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു. ഇപ്പൊ ദേ ഊണിലും ഉറക്കത്തിലും എപ്പോ നോക്കട്ടെ യൂട്യൂബ് എന്ന് പറഞ്ഞ് നടക്കണേ ഡോക്ടറെ. എനിക്കൊരു സംശയമുണ്ട്, എവിടെയോ ഒരു പണി വാളിയ പോലെ. ഐ സി. എന്നാ ഫോൺ അവനൊന്ന് കൊടുക്ക്. ഞാൻ കൊടുക്കാം.
എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പ് ആൻഡ് ഡൗണേ ഞാൻ കാണിച്ചത് ഇങ്ങനെ മനസ്സിലായോ? അപ്പൊ വീഡിയോ പിടിക്കുമ്പോഴാണ് ഡോക്ടർ കോശി ഡോക്ടറെ അവള് പറഞ്ഞായിരിക്കുമല്ലോ എനിക്ക് വട്ടാന്ന് പറഞ്ഞായിരിക്കും. എന്റെ ഡോക്ടറെ ഇതിപ്പോ അവക്കിട്ടൊരു പണി കൊടുത്തതായ. നമ്മളിവിടെ വീട്ടുകാര്യങ്ങൾ നോക്കേണ്ട സമയത്ത് ഇവിടെ ഓരൊക്കെ കോപ്രായം കാണിച്ച് വീഡിയോ എടുക്കാൻ നടക്കുന്നത്. അവക്ക് തിരിച്ചൊരു പണി കൊടുത്തതേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിത് എന്ത് ഡോക്ടറിനെ അറിയാൻ പാടില്ല. അതാണ് ഞാനും വിചാരിച്ചു, നിനക്ക് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഡോക്ടറിന് വിശ്വാസമല്ല പിന്നെ ഡോക്ടറിന് വിശ്വാസമായെങ്കിൽ ഒരു ലൈക്ക് മേടിച്ച് ഒരു സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യണേണ്ട. ശരി. പിന്നെ അല്ലാണ്ട് ഹലോ കൊണ്ടുപോര് പെട്ടെന്ന് കൊണ്ടുപോര്. ഡോക്ടറിന് മനസ്സിലായി പുള്ളി ലൈക്ക് മേടിച്ചെന്ന്. ഹലോ, ആശുപത്രി കൊണ്ടുപോണ വഴിക്ക് ആശാൻ ഒന്നേ പറഞ്ഞുള്ളു, ആശാന്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാന്ന്. നമ്മക്ക് ഇനി അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതങ്ങാടി ചെയ്യാല്ലേ. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാന്ന് ആശാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരി എന്നാ.